ഹലോ. അപ്പോൾ ആഫ്റ്റർ ലോങ് ടൈം ഐ ആം ബാക്ക് ആൻഡ് ഇന്ന് ഞാൻ കാണിക്കാൻ ചിൽഡ്രൻസ് പാർക്കിൽ ഞങ്ങൾ പോയതാട്ടോ. ഇനിയിപ്പോൾ കേൾക്കാൻ പോകുന്ന ഒരാളെ ധീരരോധനാട്ടോ. വീട്ടിൽ പോകണം. ഇനി തീറ്റി വരാൻ പോകുന്ന ആളാണ് കേട്ടോ എൻ്റെ ബേബി. ആ ഗ്രീൻ ഇട്ടിട്ട് ഗ്രീൻ വുഡി അതാട്ടോ. നമ്മൾ ഉമ്മുക്കൊൽസുവാണെന്ന് വിളിക്കുക, ഉമ്മൂസെന്ന് ഞാനിപ്പോൾ ഷോർട്ടാക്കി വിളിക്കും ഞങ്ങൾ എല്ലാവരും. അപ്പോൾ അതിൻ്റെ പുറകെ ഓടിപ്പോകാൻ പോകുന്ന പുള്ളിക്കാരത്തി കവലായിട്ട് ഓടിപ്പോകാൻ പോകുന്നതാണ് ഷെപ്പൻ, സിയാൻ്റെ അനിയനാണ് കേട്ടോ. അപ്പം ഞങ്ങളിന്ന് ബോറടിച്ചിരുന്നപ്പോൾ ഇറങ്ങിയതാട്ടോ. നല്ല സ്കൈ വ്യൂ ആണ്, ഈവനിങ് ടൈമാണ്. അപ്പോൾ ഒരു പ്രത്യേകതരം ഷെയ്ഡിങ്ങൊക്കെ വന്ന ഒരു സ്കൈ വ്യൂ ആട്ടോ ഇന്ന്, സൺസെറ്റിൻ്റെ. അപ്പോൾ ഞങ്ങൾ ഏറ്റവും ലാസ്റ്റ് എല്ലാം കഴിഞ്ഞു, എല്ലാ റൈഡിലും നമ്മൾ കയറി, നമ്മളല്ല കുട്ടികൾ കയറി ഇറങ്ങി, ഡൺ, ഇറ്റ്സ് എവറിത്തിങ് ഡൺ. സിയാന സെക്കൻഡ് റൗണ്ടാട്ടോ. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ ട്രെയിനിൽ കയറിയത്. എൻ്റെ കൊച്ചു വയ്യ പോവാ പറയുന്ന സമയത്താണ് നമ്മൾ ട്രെയിനിൽ കയറിയത്. വെച്ചാൽ ലാസ്റ്റ് നമുക്ക് കയറിയിട്ട് പോവാലോ വെച്ചിട്ട്. കാരണം എന്ത് രസമായിരുന്നെന്നറിയോ സ്കൈ കാണാൻ. അങ്ങ് ഭയങ്കര ഷെയ്ഡിങ്. അതായത് ദൈവം എന്ന് പറഞ്ഞ ഒരാളുണ്ടെങ്കിൽ പുള്ളിക്കാരൻ എന്താ പറയുക ഏറ്റവും വലിയൊരു ആർട്ടിസ്റ്റാണ്. നമുക്ക് തോന്നിപ്പോകുന്ന ചില ഈവനിങ് സൺസെറ്റുകളൊക്കെ ഉണ്ട്. സൺറൈസ് ആണെങ്കിലും സൺസെറ്റുകളാണെങ്കിലും ഏറ്റവും വലിയ കലാകാരൻ അല്ലെങ്കിൽ ആർട്ടിസ്റ്റ് അത് ദൈവം തന്നെയാണ്. നമ്മളെ തെളിയിക്കുകയാണേ. അങ്ങനെ ഞങ്ങളെല്ലാം കഴിഞ്ഞു. പിന്നെ ഈ ചിൽഡ്രൻസ് പാർക്കിൽ എപ്പോൾ വരുമ്പോഴും എനിക്ക് എൻ്റെ ചൈൽഡ്ഹുഡ് ഓർമ്മ വരും. മിക്കപ്പോഴും ഡാഡി അമ്മയുടെയൊക്കെ ഒപ്പം നമ്മൾ ചിൽഡ്രൻസ് പാർക്കിൽ വരാറുണ്ട്. എൻ്റെ അനിയനായപ്പോൾ അനിയൻ്റെ ഒപ്പം. പണ്ടത്തെ ചിൽഡ്രൻസ് പാർക്ക് ഒരു വലിയൊരു മെമ്മറിയാണ്. പിന്നെ അത് മാത്രമല്ല, അത് വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴത്തെ ചിൽഡ്രൻസ് പാർക്ക് എന്താ നശിഞ്ഞു കിട്ടോ. അത് നശെന്നല്ല എന്ന് വെച്ചാൽ മെയിൻ്റനൻസ് ഇല്ലാത്തത് കൊണ്ട്. പണ്ടെന്നൊക്കെ പറയുമ്പോൾ എന്ത് രസമായിരുന്നു. നമുക്ക് ജീപ്പ്, കാറിങ്ങനെ പെഡലൊക്കെ ഉള്ള കാറൊക്കെ ഉണ്ടായിരുന്നു. റൺവേ ഇപ്പൊക്കെ സൈക്കിളായി കുട്ടികൾക്ക്. അത് വലിയ രസമില്ല. പക്ഷെ മറ്റേത് തന്നെ ക്യൂട്ട്. കാരണം അത് വെച്ചാൽ അത് നമ്മളൊരു വലിയ പാർക്കിലൊന്നും അങ്ങനെ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ മിക്ക സൺഡേസും സാറ്റർഡേസും വരാൻ വേണ്ടി വാശി പിടിച്ചിട്ടുണ്ട്. അത് വലിയൊരു മെമ്മറി തന്നെയാണ്. പിന്നെന്താ പറയുക, പിന്നെ എന്താ പറയുക, ഒരു ഡാൻസിങ് വാട്ടറോ അങ്ങനെ സംതിങ് ഉണ്ടായിരുന്നു, വാട്ടർ ഷോയോ അതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എന്ത് രസമായിരുന്നു. ഇപ്പോൾ ഭയങ്കര എന്താ പറയുക ലോക്കലോ, ഭയങ്കര അതിൻ്റെ ആ ഒരു ഇത് മെയിൻ്റനൻസ് ഇല്ലാത്തത് കൊണ്ട് അത് ഭയങ്കര ലോക്കലായി തുടങ്ങിയിരിക്കുക. അങ്ങനെ പിന്നെ ഇത് ഈ കാണുന്നതാണ് കേട്ടോ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഏട്ടൻ്റെ ഭാര്യയും കുട്ടികളുമായിട്ടാണ് നമ്മൾ വന്നത്. ഏട്ടൻ്റെ ഭാര്യയാണ്. പുള്ളിക്കാരിക്കും അങ്ങനെ എന്നെ പോലെ തന്നെ ഇച്ചിരി ഷൈ ആണ്. നമ്മൾ പിന്നെ ഏജ് അടുത്തടുത്തായതുകൊണ്ട് നമ്മൾ കുറച്ച് ഓക്കെയാണ്. പിന്നെ അറിയാമല്ലോ ഒബ്വിയസ്ലി കുട്ടികളുണ്ടെങ്കിൽ നമ്മൾ ടയേർഡാവും വീട്ടിൽ. അപ്പോൾ ഒരു വീക്കെൻഡിൽ നമ്മൾ ഇറങ്ങിയതാണ്. നമ്മൾ രണ്ടുപേരും പിന്നെ കുട്ടികളുമായിട്ട്. നമുക്ക് അടുത്ത ചിൽഡ്രൻസ് പാർക്ക് കേട്ടോ. ഞങ്ങൾ കലൂരാണ് താമസിക്കുന്നത്. സോ നമുക്ക് അടുത്തായതുകൊണ്ട് തന്നെ നമ്മളൊരു ഈവനിങ് ഇറങ്ങി അങ്ങനെ വന്നതാണ്. അപ്പോൾ നമുക്ക് വലിയ എൻജോയ്മെൻ്റ് ഒന്നുമില്ല. ഞങ്ങളവിടെ കുട്ടികൾ കളിക്കണം കാണിച്ച് ഇരിക്കും. പിന്നെ നമുക്ക് ആസ് എ പാരൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇവർ ടയേർഡായാൽ നമുക്ക് ഓക്കെ, നമുക്ക് വീട്ടിൽ പോവാം. വീട്ടിൽ പോയിട്ട് പിന്നെ വലിയ പരിപാടിയൊന്നുമില്ല, ഫുഡേക്ക് കിടന്നുറങ്ങുക. അപ്പോൾ അവർക്കൊരു എൻ്റർടൈൻമെൻറ്റായി. പിന്നെ അവരിനി വീട്ടിലധികം അലമ്പാൻ നിൽക്കില്ല എന്നാണ് നമ്മുടെ ഒരു ഇത്. പക്ഷേ ട്വിസ്റ്റ് എന്ന് വെച്ചാൽ ഇത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഇനി ബാൽട്ടിക്ക് വേണം. ബാൽട്ടിക്ക് ഞങ്ങൾക്ക് ഇനി ടിക്കറ്റ് ഉള്ളത് 11:30-ക്കാണ്. ഇനി ഇത് കഴിഞ്ഞ് ഇവന്മാർക്ക് ഫുഡ് കൊടുത്ത് വേണം ഇനി പോവാൻ. അപ്പോൾ അതൊക്കെയാണ് സ്റ്റോറി. പക്ഷേ ട്രെയിനാണെങ്കിലും നോക്കിയ പണ്ടത്തെ ട്രെയിൻ ഇതല്ല കേട്ടോ. ഞാൻ കയറിയ എനിക്ക് ഓർമ്മയെന്ന് പറഞ്ഞാൽ ഇതല്ല ട്രെയിൻ. ഇതിപ്പോൾ എന്തോ മെട്രോൻ്റെ എന്തൊക്കെയോ, എന്നിട്ട് പോലും അത് വെൽ മെയിൻറ്റൈൻഡ് അല്ല. ഇത് ഞാൻ കയറിയ പണ്ടത്തെ ട്രെയിനൊക്കെ ഇതായ സൈഡിൽ കിടക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിന്ന് അവസാനിക്കുകയാണ്. നമുക്കിനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ, ലവ് യു.